എറണാകുളം കളമശ്ശേരിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ ആക്രമിച്ച് മൊബൈൽ ഫോണും സ്വർണവും കവർന്ന കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. ആക്രമണത്തിനെതിരായ കണ്ണൂർ സ്വദേശി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. കളമശ്ശേരി HMT ജംഗ്ഷന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന യുവതിയെയാണ് ആക്രമിച്ച് കള്ളൻ പേഴ്സും സ്വർണവും മൊബൈലുമായി പോയത്. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിൽ. മറ്റൊരു നാട്ടിൽ നിന്ന് ജോലിക്കായി കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ക്രൂരമായ അക്രമത്തിനാണ് ഇരയായത്. ഞാൻ നിൽക്കുന്നത് ഈ HMT ജംഗ്ഷനിലെ ഈ അക്രമം നടന്ന സ്ഥലത്താണ്. ഏകദേശം അവിടുന്ന്, അത് HMT ജംഗ്ഷനാണ്, അവിടെ നിന്നും ആ കുട്ടി പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് ഈ വഴി രാത്രി 8:15 കൂടി നടന്നു വരികയായിരുന്നു. ഒരാൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത്. അങ്ങനെ ഈ പ്രദേശത്തേക്ക് എത്തിയതോടുകൂടി ഈ പെൺകുട്ടിയെ പുറകിൽ വന്ന ആൾ പെട്ടെന്ന് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. നേരെ ഈ ചവിട്ടിൻ്റെ ആഘാതത്തിൽ പെൺകുട്ടി ഈ ഒരു കുഴിയുടെ ഭാഗത്ത് വന്ന് പതിക്കുന്നു. അവിടെ നിന്നും പെട്ടെന്ന് തലയിലൂടെ മുണ്ടിടുകയാണ്. ഈ അക്രമി പെൺകുട്ടിയുടെ തലയിലൂടെ മുണ്ടിട്ട് സ്വർണ്ണമാലയും കമ്മലും കവർന്നു. അങ്ങനെ കവർന്നതിന് ശേഷം ഈ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങുകയും ചെയ്തു. ഈ കല്ലിൽ തല ഇടിപ്പിച്ച് പരിക്കുകൾ ഏൽപ്പിച്ചാണ് ഇതെല്ലാം തന്നെ കവർന്നത്. അവിടെ നിന്നും അക്രമി കടന്നു കളഞ്ഞു. പിന്നീട് ഈ പെൺകുട്ടി വേച്ച് നടന്ന് തൊട്ടപ്പുറത്ത് ആളുകളുള്ള ഒരു സ്ഥലത്തെത്തി. ആ ആളുകളാണ് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 സ്റ്റിച്ചുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പ്രതിക്കായുള്ള അന്വേഷണം കൂടി നടക്കുകയാണ്. ഈ ഒരു പ്രദേശത്ത് ഒരു ക്രിമിനൽ സംഘം, ലഹരി മാഫിയ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഏരിയയാണ് ഇത്. ഈ വഴി ആരും വരരുത്, നടക്കരുത് എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് കട്ടാണിത്. അതുകൊണ്ട് നടക്കും. ഇവിടെ ഒരുപാട് ക്രിമിനൽസാണ് ഇവിടെ രാത്രി സമയങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മയക്കുമരുന്നും വേറെ പല പല കാര്യങ്ങളും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ പ്രശ്നം. ഇവിടെ രാത്രി വെളുപ്പിനും ഒക്കെ ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ പറയുന്ന സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അക്രമിക്കായിട്ടുള്ള തിരച്ചിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഊർജിതമായ അന്വേഷണം നടക്കുന്നു. നിർണായകമായിട്ടുള്ള തെളിവ് ലഭിച്ചു എന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇനിയെങ്കിലും നിർബന്ധമായിട്ടും വേണം. കാരണം അത്ര വലിയ ഒരു അക്രമം ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. അത് വലിയ അർദ്ധരാത്രി എന്നൊന്നും പറയാവുന്നൊരു സമയമല്ല. രാത്രി 8:15 ആയിട്ടേ ഉള്ളൂ. അപ്പുറം ഇപ്പുറമൊക്കെ വണ്ടികളും ആളുകളും ഒക്കെ ഉള്ളതാണ്. ഈ ഒരു ചെറിയ വഴിയിൽ വെച്ച് കൃത്യമായ പ്ലാനോട് കൂടി നടന്നിട്ടുള്ള അക്രമമാണ് കൊച്ചിയിലേത്. സജിലിനൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.